അവന്റേതായ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. ആ തീരുമാനം അനുസരിച്ച് അവൻ നടക്കത്തുള്ളൂ. ഇപ്പൊ തന്നെ എത്ര സമയമായി അവനെ പറഞ്ഞു വിട്ടിട്ട്. എന്തേ വന്നിടുവാങ്ക അമ്മ. വന്നിടുവാങ്ക. കുമാരൻ ഇവിടെ വന്നിരിക്കുവായിരുന്നോ കാരണവന്മാരെ പോലെ? എടാ നിന്നെ എത്ര സമയമായിടാ കടയെ പറഞ്ഞു വിട്ടിട്ട്? നീ എന്തോടെ നോക്കി പഠിപ്പിക്കുന്നേ? നടന്ന് ക്ഷീണിച്ചു വന്നവനെ കുത്തുവാക്ക് പറഞ്ഞു നോക്കി. പറഞ്ഞപ്പോ അവനങ്ങ് വേദനിച്ചു. പിന്നെ എന്ന് പറഞ്ഞാലേ അവൻ ഇവിടുന്ന് പിറവത്ത് വരെ നടന്നു പോയ സാധനം മേടിച്ചോണ്ട് വന്നത്. എടാ ഇവിടെ അപ്പുറത്ത് പാഴൂര് വരെ പോയിട്ടില്ലേ നീ വന്നേ? കേട്ടോ കനകം, ഈ പാഴൂരെന്ന് പറഞ്ഞാലേ ഈ നടക്കലാണെന്നാ അമ്മയുടെ വിചാരം. വിട്ടിടുങ്ങമ്മ, വെയിലില് നടந்து വന്നിരിക്കാரு. അണ്ണാ ഉള്ള വന്ന് ടീ കുടിக்கலாம் വാങ്ക. ചായ ഞാൻ കുടിച്ചതാ. ചായ കുടിച്ച് അവിടുന്ന് സമ്മേളനം കഴിഞ്ഞിട്ടില്ലേ വരുന്നത്? നിന്നെ പറഞ്ഞു വിട്ടപ്പോഴേ എനിക്കറിയാം സമയത്തിനും കാലത്തിനും ഇവിടെ സാധനം ഒന്നും എത്തത്തില്ലെന്ന്. ഞാൻ കടയിൽ ചെന്നപ്പോ അവിടെ കടയില്ല. കട എന്താ ഒലിച്ചു പോയോ? ഒലിച്ചൊന്നും പോയിട്ടില്ല, കട അവിടെ തന്നെ ഉണ്ട്, തുറന്നിട്ടില്ലെന്നാ ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ മേലെ പാഴൂര് പോയിട്ടാ ഈ സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വന്നത്. ഓ കഥയുണ്ടാക്കാൻ നീ മിടുക്കനാന്നല്ലോ. അമ്മ നല്ലൊരു വിഷയം വരുന്നത്, ദൈവത്തെ ഓർത്ത് വഴക്കുണ്ടാക്കാൻ നിൽക്കരുത്. ஆமா ஆமா பாவம் உமேஷ் அண்ணா, சும்மா சண்டை போடாதீங்க. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാനകം ആ ഫ്യൂഡൽ മനസ്സൊന്നും മാറട്ടെ. ഇങ്ങോട്ട് നോക്ക്. എനിക്കെന്തോടാ ഫ്യൂഡൽ മനസ്സാന്നോ? അടിച്ച് പറ്റിച്ചേരും കേട്ടാ. അടിച്ചോ അമ്മ, എത്ര വേണേലും അടിച്ചോ. പക്ഷെ നാളെ വിഷു കൈനീട്ടം തരുമ്പോ കുറച്ച് കനത്തിൽ തന്നാ മതി. നിനക്കേ കനത്തിൽ തരണമെന്ന് തന്നെയാ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. നാളെ ആവട്ടെ കേട്ടാ. എടാ പിള്ളേര് പറമ്പിലോട്ട് പോയിട്ടുണ്ട് ചക്കയും കണിക്കൊന്നയൊക്കെ പറിക്കാനെ. അതെന്തിന്? എന്തിനെന്നോ? എടാ നാളെ വിഷുവാ, കണി വെക്കണ്ടേ? ഓ എടാ ആ കേശു വല്ല മരത്തിലും ചെന്ന് വലിഞ്ഞു കയറും. നീ ഒന്ന് നോക്കിയേ. അമ്മ പേടിക്കണ്ട, കേശു എടുക്കനാ, അവൻ കേറിക്കോളും. എടാ അവന്റെ കൂട്ടുകാരി പിള്ളേരൊക്കെ വന്നിട്ടില്ലയോ, ഷോ കാണിക്കാൻ വേണ്ടി അവൻ എന്തും കാണിക്കും. നീ അങ്ങോട്ടൊന്ന് ചെല്ല്. എടാ നീ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നേ, അങ്ങോട്ട് ചെല്ല്. ഓ ഉത്തരവ് മഹാറാണി. എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ, ഞാൻ തരാം. കനകം എടുക്ക്. ചക്ക കിട്ടിയേ, കണിക്കുള്ള ചക്ക. എടാ ചക്ക കിട്ടിയാ? അപ്പൊ എന്തൊരു ഇതല്ലേ ചക്ക? എനിക്ക് തെറ്റിയേനി? അല്ല പിന്നെ ചക്ക കണ്ടോണ്ട് വന്നിട്ട് ചക്ക കിട്ടിയെന്നാ കണ്ടണേ കിടുക്ക് കാണിച്ചക്ക. എന്തായി നിങ്ങൾ പോയ സാധനം കിട്ടിയാ? എല്ലാം കിട്ടിയാ? ഇനിയിപ്പൊ അടുത്ത് എന്തിനു വേണം? മാങ്ങ കിട്ടിയിട്ടില്ല. മാങ്ങേ? മാങ്ങ നമുക്ക് ആ കാവിന്റെ സൈഡിലുള്ള മാവിന്ന് പൊട്ടിക്കാം. അവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലേ? കാവിന്റെ അങ്ങോട്ടാ? അങ്ങോട്ടൊക്കെ പോണോ? പോയാ എന്തിനു കുഴപ്പം? നമ്മുടെ കാവ് നമ്മുടെ മാവ്, നമ്മൾ പൊട്ടിക്കും. കേശു കാവിലോട്ടൊക്കെ പോകാൻ പറ്റുമോ? പറ്റുമല്ലോ. അതെ ഞാൻ ഓൾറെഡി തളർന്നു. നമുക്ക് ഇവിടെ ഇരുന്ന് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പതിയപ്പോ. ഒരു കൈതച്ചക്കയും പിടിച്ച് നടന്നപ്പോഴേക്ക് ഇയാളങ്ങ് തളർന്നാ. ചേടാ കാവിന്റെ അങ്ങോട്ടേക്ക് പോകുന്നു വേണ്ട. എന്ത്? വേറൊന്നുമല്ല, എനിക്ക് പേടിയായിട്ടാ. കാര്യം പറ. അത് ഞാനും കുഞ്ഞൂട്ടനും തമ്മിലേ ചെറുതായിട്ടൊന്ന് തെറ്റി. കുഞ്ഞൂട്ടനാ? അതാരാ? അത് ഇത്ര ഉള്ളൊരു കുഞ്ഞി പാമ്പാ. അതെല്ലായിടത്തും ഉണ്ടാ? പിന്നെ അതെ കേശു, ഞാൻ എന്തായാലും തളർന്നു. നമുക്ക് കുറച്ച് ഇരുന്നിട്ടൊക്കെ പോവാം. ചേച്ചി അങ്ങോട്ട് നടക്ക്. കേശുട്ടാ നമുക്ക് ചേച്ചിയെ മരം കയറാൻ പഠിപ്പിച്ചാലോ? വെറുതെ നല്ലൊരു വിഷുവായിട്ട് വെറുതെ അപകടം വിളിച്ച് വരുത്തണോ? അതെ ഞാൻ നന്നായിട്ട് മരം കയറും. അയ്യോ അത് കാണുമ്പോഴേ അറിയാം നന്നായിട്ട് മരം കയറുമെന്ന്. പക്ഷെ ഇത് മെർലിനെ മരം കയറ്റുന്ന കാര്യമാണ് പറഞ്ഞത്, തന്നെയല്ല.
എന്നാ പിന്നെ നമുക്ക് മാങ്ങ പൊട്ടിക്കാൻ പോയാലേ? പോവാ അല്ലേ? ഓ നമുക്ക് മാങ്ങ പൊട്ടിച്ച് തരാടി. പാപ്പ കേശു ഏത് മാങ്ങയാണ്? നീലാണ്ടനാണോ മൂവാണ്ടനാണോ? പുളിയാണ്ടായി, നല്ല പുളിഞ്ചി മാങ്ങ. നീലാണ്ടായി. എന്നാ പിന്നെ അങ്ങോട്ട് നടക്കുക. അതെ നടക്ക വരിക. എടാ കേശു, ഓ എനിക്ക് നടക്കാൻ വയ്യാന്ന്. എന്നാ പിന്നെ ഒന്ന് എടുക്കടാ അവളെ. ഓ ഇനി ഞാൻ ചക്ക മാത്രം അങ്ങനെ അവിടെ എടുക്കുക. ഞാൻ വെല്ലം വിളിച്ചാൻ പറയും കേട്ടോ. അപ്പൊ എനക്ക് നടക്കാൻ വയ്യ. ഇല്ല, നടക്കാൻ വയ്യെന്നൊക്കെ പറഞ്ഞ അത് പ്രശ്നം. കാലിലോട് ചേരേ. എന്ത് എവിടെ? അയ്യേ അവള് സൂക്ഷിച്ചു വെക്കോളും. എന്താണ് എന്തരാണ്? അല്ല ഇന്ന് ഭയങ്കര ആവേശം. എന്തരാവേശം ചേച്ചി? വിഷല്ലേ? അതെ 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 അതെ. പ്ലാവില് വലിഞ്ഞു കയറുന്നു, ചക്ക ഇടുന്നു, മാവില് വലിഞ്ഞു കയറുന്നു, മാങ്ങ ഇടുന്നു. അല്ല നമ്മളങ്ങനെ ആവേശം കാണില്ലേ ചേച്ചി? അതെ അതെ അതെ. കാണാൻ ആൾക്കാരുണ്ടെങ്കിൽ ആവേശം ഉണ്ടാവുമല്ലോ. കാണാൻ ആൾക്കാരോ? ആര്? ആരുമില്ല. ചേച്ചിയുടെ ഒരു കോമഡി സാധനം. അതെ അതെ, എല്ലാ സാധനവും കയ്യിലുണ്ടോ? നോക്ക്, കൈതച്ചക്കയുണ്ട്, മാങ്ങയുണ്ട്, കണിവെള്ളരി അയ്യോ ഉണ്ട്. അതെ, ബാക്കി ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് കുറച്ചും കൂടെ വെയിലൊക്കെ ആയിട്ട് ഉച്ച കഴിഞ്ഞിട്ട് പോയി എടുക്കാം. എന്നാ വാ പോവാ. നടാ. അതെ, ഈ കണി വെക്കാനുള്ള പ്രോപ്പർട്ടി എല്ലാം കൂടെ നമുക്കൊരു ഫോട്ടോ എടുത്താലേ? സെൽഫിയാ? ഓ ഫോൺ എടുക്ക്. ഫോണ് അതിന് ഞാൻ ഫോൺ എടുത്തില്ല, എന്റെ ഫോൺ വീട്ടിലിരിക്കുക. എന്റെ ചക്കയും വാങ്ങി ഞാൻ അങ്ങനെ ഫോൺ. എന്റെ ഫോണില്ല. എന്റെ ഉണ്ട്. ആ എടി ചേച്ചി ഫോൺ മേടി ചേച്ചി. നീ ചക്ക പിടി പിടി. ഇതുണ്ട്. അതിനെന്തിര്? അതായത് ചക്കയും കൂടെ പിടിച്ചെന്ന് വെച്ചാൽ എന്തെങ്കിലും കടിക്കും. എന്തോ കടിച്ചു കേട്ടോ, ചൊറിയണം. ആ എവിടെ കയറി വരണേ? ഫോട്ടോ. ഓ അങ്ങനെ. റെഡി കൈ വെച്ച് കാണട്ടെ. അയ്യവാ, നല്ല കിടുക്ക് ഫോട്ടോ കേട്ടാ. കേശുവേ, നിങ്ങൾ ഇവിടെ നിൽക്കുവായിരുന്നോ? ഓ ഞാൻ എവിടെല്ലാം കിടന്ന് നോക്കിയെന്നറിയോ? ഞങ്ങൾ ഇവിടെ വെക്കുമ്പോ നിങ്ങൾ എവിടെയെങ്കിലും കിടന്ന് നോക്കി അങ്ങനെ കാണണേ? എന്താ കാര്യം? എന്താ? അല്ല, നിങ്ങൾ ഇനി കാവിന്റെ അടുത്തോട്ട് കാണാൻ പോയെന്നറിയാൻ വേണ്ടി അമ്മ അവിടെ കിടന്ന് കയറ് പറിക്കോ? അയ്യോ, കാവിന്റെ പരിസരത്തോട്ട് പോലും പോവില്ല. നാളെ പോയിട്ട് എന്റെ അമ്മ ജീവനം കൊണ്ടാ ഞാൻ അവിടെ ഓടിയത്. എന്തിനാ ഓടിയത്? ഞാൻ നേരത്തെ ഒരു കുഞ്ഞൂട്ടന്റെ കാര്യം പറഞ്ഞില്ലേ? കുഞ്ഞൂട്ടന്റെ ഫ്രണ്ട്സും ടെററാ. പിന്നെ നമുക്ക് അങ്ങോട്ട് പോയാലോ? വാ പോവാ, മഴ പെയ്യുന്നു. പോവാ. അല്ല, ഈ കണിക്കുള്ള സാധനം എല്ലാം സെറ്റ് ആയില്ലല്ലേ? അതിന് കുറച്ചും കൂടെ ഉള്ളൂ, അത് പിന്നെ സെറ്റ് ചെയ്യാം. വീട്ടിൽ ഭാര്യയും പറയുന്നായിരുന്നു കണി വെക്കാൻ കുറച്ച് സാധനങ്ങൾ വേണമെന്ന്. ഇതിപ്പോ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ. ഇതാ ചക്ക, പൈനാപ്പിൾ, വെള്ളരി, മാങ്ങ. ഉമേഷ്, അത് മനസ്സിലായി. നീ എന്തിനാ ഈ പിള്ളേരെ അവിടെ കിടന്ന് ബഹളം വെക്കുന്നേ? അല്ല ഇന്ന് നല്ല സന്തോഷം, അത് മാത്രമല്ല നല്ല ഉന്മേഷം ഉണ്ടേ. ഒരുപാട് ഉന്മേഷം കാണിക്കല്ലേ, വിഷുവാ വരുന്നത്. ഉമ്മ ഇതൊക്കെ ഇവിടെ വെക്കട്ടെ. വെക്ക്. ഉമ്മായി എല്ലാവരും ഇത്രയും പോരല്ലേ? അതൊക്കെ ബാക്കിയൊക്കെ നമുക്ക് സംഘടിപ്പിക്കാം. അമ്മൂമ്മേ
ഈ കണി വെക്കാൻ അരി, നെല്ല്, പിന്നെ അലക്കിയ മുണ്ട്, സ്വർണം, വാൽക്കണ്ണാടി, പിന്നെ കണി വെള്ളരിയൊക്കെ വേണ്ടേ? അയ്യടോ. അരുതേ, നീ മെയിൻ സാധനം മറന്നുപോയല്ലേ? ഇതായിരിക്കുന്നു കണിക്കൊന്ന. കണിക്കൊന്ന പിന്നെ വെറ്റില, അടക്ക, കൺമശി, ചാന്ത്, സിന്ദൂരം, നാരങ്ങ, മാങ്ങ, പഴുത്ത പഴം, പിന്നെ നാളികേര പകുതി. പിന്നൊരു കാര്യം മറന്നുപോയി. കിഴക്കോട്ട് തിരിയിട്ട് കത്തിച്ചു വെച്ച നിലവിളക്ക്, കൃഷ്ണ വിഗ്രഹം, ഇതൊന്നും നീ പറഞ്ഞില്ല. പിന്നെ മഞ്ഞപ്പട്ട്. ആ അത് തന്നെ. വിട്ടുപോയി. ഞാൻ ഇങ്ങനെ ഓർത്ത് വരുമായിരുന്നു. അല്ല ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ വാൽക്കണ്ണാടി വെക്കുന്നതിന് ഈ കണി വെക്കുന്നതിന് വെക്കണേ പ്രതീകം, തെളിഞ്ഞ മനസ്സിന്റെ കേശുവേ, പ്രതീകം, തെളിഞ്ഞ മനസ്സിന്റെ പ്രതീകം. ഒന്ന് പോടാ അവിടുന്ന്. ഭഗവതിയെ സങ്കല്പിച്ചാണ് വാൽക്കണ്ണാടി വെക്കുന്നത്. ഉരുളി പ്രപഞ്ചത്തിന്റെ പ്രതീകമാണ്. അതിൽ നിറയുന്നത് മൊത്തം മഹാവിഷ്ണുവാണെന്നാണ് സങ്കല്പം. இதெல்லாம் கேட்கறதுக்கு ரொம்ப நல்லா இருக்குல்ல? വേറെന്തൊക്കെ പ്രതീകങ്ങളുണ്ട് അമ്മൂമ്മ? കണിക്കൊന്ന പൂക്കള് കിരീടം, കണിവെള്ളരി മുഖം, വിളക്കിത്തിരി കണ്ണുകൾ, ഗ്രന്ഥങ്ങൾ വാക്കുകൾ, അങ്ങനെ 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 ഇങ്ങനെ പോവും. ആ ഒന്ന് വിട്ടുപോയി, വാൽക്കണ്ണാടി മനസ്സ്. വാൽക്കണ്ണാടി മനസ്സ്. മനസ്സ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ മനസ്സ് വാൽക്കണ്ണാടി എന്ന് പറയുമ്പോ തെളിഞ്ഞ മനസ്സ്, തെളിഞ്ഞ മനസ്സിന്റെ പ്രതീകമാണ്. ഈ ദൈവത്തിന്റെ മനസ്സെന്ന് പറയുമ്പോ തെളിഞ്ഞ മനസ്സല്ലേ? ലേ, അപ്പൊ ഞാൻ പറഞ്ഞ കറക്റ്റല്ലേ? കേശുവേ, വീണ കിട്ടിയത് എടുത്തു വെച്ചങ്ങ് അലക്കരുത് കേട്ടാ. കേശു, അമ്മ പറഞ്ഞാണ് ആചാരപ്രകാരമുള്ള സങ്കല്പം. പിന്നെ ചില വകഭേദങ്ങൾ ഉണ്ടെന്നാകിലും. നീ എന്തൊക്കെയാ ഉമേഷ ഈ പറയുന്നേ? വിഷുവൊക്കെ അല്ലേ അമ്മ, ഇച്ചിരി ആലങ്കാരികമായിട്ട് പറഞ്ഞതാ. അമ്മൂമ്മ, ഓ ഈ കൈതച്ചക്കയുടെ പ്രതീകം കൈതച്ചക്കയുടെ പ്രതീകം കൈതച്ചക്ക തന്നെ. അതല്ല അമ്മൂമ്മ, അമ്മ നേരത്തെ പറഞ്ഞല്ലേ പ്രതീകം പ്രതീകം പ്രതീകം, അതേപോലത്തെ കൈതച്ചക്കയുടെ പ്രതീകം. അത് പ്രതീകം തന്നെ. ഓ അപ്പൊ ഈ നെല്ല നെല്ലിന് നെല്ല് തന്നെ. അമ്മൂമ്മ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, അത് ഞാൻ വിട്ടുപിടിച്ചത്. ഇപ്പം ഈ കണി വെക്കാൻ നെല്ല് വേണ്ടി. അയ്യോ, പത്തായിട്ട് നെല്ലില്ല. എന്തായാലും അമ്മൂമ്മ ചുമ്മാ ഈ വിഷു ആഘോഷിക്കാൻ പിള്ളേരെ മൊത്തം വിളിച്ചു വരുത്തിയിട്ട് അതും വിഷുവിന്റെ തലേന്ന് അവരുടെ ഫ്രണ്ട് വെച്ചിട്ട് താരതമ്യം പറയല്ലേ അമ്മൂമ്മ? എടാ അതല്ലടാ, നമ്മുടെ പാടത്ത് കൊയ്ത്ത് നടന്നില്ലല്ലോ, അപ്പുറത്തെ പാടത്ത് മെതി നടക്കുന്നുണ്ട്. അപ്പൊ മക്കള് പോയി മേടിച്ചോണ്ട് വന്നാ മതി. എന്തായാലും അമ്മൂമ്മ ചുമ്മാ വിഷുവായിട്ട് കടം മേടിക്കുന്നവരുടെ ശരിയാവില്ല. എടാ കടം മേടിക്കാനല്ല, നീ പോയി ചോദിച്ചാൽ മതി, അവര് തരും. എന്നാ പിന്നെ ഊണ് കഴിഞ്ഞിട്ട് പോവല്ലേ? മതി. ആ അത് പോരായോ? ഓ ആ എന്നാ പിന്നെ ഞാനും വരുന്നുണ്ട്. ഞാനും വരും. ഞാനേ ഇവിടെ ഒന്ന് കിടത്തട്ടെ, കൊച്ചിനെ കൊണ്ട് കിടത്ത്. ആ പിന്നെ മെർലിന് നേരത്തെ എടുത്ത സെൽഫി എനിക്ക് അയച്ചിരുന്നു ആ കേട്ടല്ലേ? ആയിക്കാം. ഓക്കെ, മറക്കല്ലേ. നിങ്ങൾ വീട്ടിലൊക്കെ പറഞ്ഞിട്ടാണോ വന്നത്? ആങ്ങളെ ഒരു വത്തി പറഞ്ഞങ്ങ് സമീപിച്ചു. ഞാനും. എടാ നീ വീട്ടിൽ പറഞ്ഞിട്ടാന്നോ വന്നേ? ഇല്ല. പോയി പറഞ്ഞിട്ട് വേടാ. ആ ശരിയാ, പറഞ്ഞിട്ട് വരാല്ലേ? ഓക്കെ. ഞാനേ ഇപ്പൊ കേശുവിന്റെ അമ്മ വീട്ടിലാ. ഇവിടെ നൈസ് വൈബാ, ഭയങ്കര നൊസ്റ്റാൾജിയ. വലിയ തറവാടും പിന്നെ കുറെ ആൾക്കാരുണ്ട് ഇവിടെ, കേശുവും അമ്മമ്മ എല്ലാരും ഉണ്ട്.
നീ എവിടുന്നൊക്കെ വന്ന് വീട് പെണ്ണേ? ഒന്ന് സൗണ്ട് ഉണ്ടാക്കിയിട്ടൊക്കെ വന്നൂടെ? നീ സൗണ്ട് ഉണ്ടാക്കിയിട്ടൊന്നല്ലോ വന്നേ. പതുങ്ങി പതുങ്ങി വന്നെ കണ്ടായിരുന്നു. നിനക്ക് എന്തൊരു ഈടായിട്ട് പ്രശ്നമൊന്നും ഇല്ലായിരിക്കായിരുന്നില്ല. എന്ത് പ്രശ്നം? പിന്നെയും തുടങ്ങി എനക്ക്. നീ ചുമ്മാ നമ്പർ ഇറക്കില്ലേ യേശു? എന്തൊരു നമ്പർ ഇറക്കില്ലെന്ന്? നീയാണ് ഇപ്പൊ നമ്പർ ഇറക്കിക്കൊണ്ടിരിക്കണേ. നീ ഒന്ന് ഷോ കാണിക്കേണ്ട ഫോൺ തന്നെ. ഞാൻ എന്തൊരു ഷോ കാണിക്കാൻ? ഇപ്പൊ എന്റെ ഫോൺ നിനക്ക് എന്തിനാണ്? അതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മളെ നേർത്തെടുത്ത ഫോട്ടോ ഇല്ലേ, നീ അത് അലീന ഫ്രാൻസിന് അയച്ചു കൊടുക്കണ്ടോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. പിന്നെ എനിക്ക് വേറെ വേലയില്ലല്ലോ. അലീന ഫ്രാൻസിനോടാണ് ഇവിടുത്തെ ഫോട്ടോ. ആ ഹരിതോ, നീ എവിടെ പറയണ കേട്ടാ? എന്താ സംഭവേ, നമ്മള് നേരത്തെ ഒരു സെൽഫി എടുത്തില്ലേ, അത് ഞാൻ അടുത്ത അലീന ഫ്രാൻസിന് അയച്ചു കൊടുത്തു. സംശയം. അയ്യേ, എന്തോന്ന് മെർലിനെ എങ്ങനെ സംശയിക്കുന്നേ? തന്റെ എല്ലാം റിച്ച് എഡ്യൂക്കേറ്റഡ് ആയ ഫാമിലി ഒക്കെ അല്ലേ? പറഞ്ഞു തരുമ്പോ എല്ലാരും ഇതേപോലെ തന്നെ അല്ലേ? കണക്ക് തന്നെ. അതെ, ഞാൻ തന്നോട് സംസാരിക്കണ്ടെന്ന് വിചാരിച്ചെങ്കിൽ ആദ്യം വന്നേ. അല്ലെങ്കിൽ താൻ ആരാ? ഞാൻ കേശുവിന്റെ ക്ലോസ് ഫ്രണ്ട്. താൻ ജസ്റ്റ് ഫ്രണ്ട് മാത്രല്ലേ? എന്നാ ഞാൻ അങ്ങനെ അല്ല. താൻ അങ്ങനെ ആയിരിക്കൂല, പക്ഷെ കേശു അങ്ങനെയല്ല. കേശു അങ്ങനെ അല്ലാന്നാ? എന്നാ ആര് പറഞ്ഞു? കേശുവിന്റെ മനസ്സൊക്കെ എനിക്കറിയാം. എന്നാ പറ, എന്താ കേശുന്റെ മനസ്സില്? കേശുവിന്റെ മനസ്സില് ഞാൻ പറയട്ടെ? അല്ലെങ്കിൽ ഉണ്ടോ, ഞാൻ പിന്നെ പറയാം. പിന്നെ പറയാന്നാ? നീ പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാ മതി. മെർലിനെ അങ്ങനെ ചൂടായിട്ടൊന്നും കാര്യമല്ല. അതെ, ഞാനും അലീന ഫ്രാൻസിസും ഒക്കെ കേശുവിന്റെ കുഞ്ഞിലെ മുതലുള്ള ഫ്രണ്ട്സാ. ഞങ്ങൾക്കറിയാം കേശുവിന്റെ മനസ്സൊക്കെ. അല്ലേ കേശു? ഒരാളെ കുഞ്ഞിലെ മുതൽ അറിയാന്ന് വിചാരിച്ചിട്ടേ അയാളുടെ മനസ്സ് മൊത്തം മനസ്സിലാക്കാൻ പറ്റുമെന്ന് ആരാ പറഞ്ഞേ? അതെ, നീ വിചാരിക്കണ പോലെയാണ് കാര്യങ്ങളെന്ന് നിന്റെ വിചാരാണ്. ആദ്യം നീയേ ഈ ജാടി മുടയൊക്കെ കുറച്ചിട്ട് ഭൂമിയിൽ മര്യാദയ്ക്ക് ചവിട്ടി നിൽക്കാൻ പഠിക്കും. അല്ലേ കേശു? അല്ല, ഇതൊക്കെ പറയാൻ താനാരാ? എന്തോന്നത്? അവിടുത്തെ അടി പോരാഞ്ഞിട്ടാണ് ഇവിടെ വന്ന് വഴക്കുണ്ടാക്കണേ. ഒരു കാര്യം പറയാം, നല്ലൊരു ദിവസമായിട്ട് അലമ്പുണ്ടാക്കാനാണ് പരിപാടി എങ്കിൽ എല്ലാത്തിനും ഞാനിപ്പോ ഇറക്കിവിടും. കേശുവേ, ഹരിതേ, അലീനെ കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതിവിടെ നടക്കൂല. ചേച്ചിനോടും കേശുവിന്റെ കുടുംബത്തിനോടുള്ള സ്നേഹം കൊണ്ട് പറയാം, എന്നെ അലീനേനെ നിങ്ങൾക്ക് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. പക്ഷെ ഇതിനുണ്ടല്ലോ, നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. അത് ഞാൻ പണ്ടേ നിന്റെ അടുത്ത് പറഞ്ഞതാ അല്ലേ കേശു? കേശു! ഹരിതേ, എന്താ കേശു? ഒന്നുമില്ല, ചുമ്മാ കേശു! നിനക്കെന്ത്? അത് തന്നെ മെറിൽ എന്ത്? ഞാൻ പോണ്. ദേ കൊച്ചേ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നിന്റെ പാരന്റ്സിന്റെ അടുത്ത് പെർമിഷൻ ഒക്കെ ചോദിച്ച് ഇവിടെ വന്നത്. അലമ്പുണ്ടാക്കി പോവാനുള്ള പരിപാടിയാണെങ്കിൽ ഈ കുടുംബത്തോ പാറമട വീട്ടിലോ കാലൂത്താൻ ഞാൻ സമ്മതിക്കൂല. പിന്നെ ഇവനെ സോപ്പിട്ട് കൊണ്ടുപോകാന്ന് വിചാരിക്കണ്ട, ഇവൻ നിന്റെ വഴിക്ക് വരുവോ ഇല്ല. എന്നാ കേശു രക്ഷപ്പെട്ടു അല്ലേ കേശു? കേശു, വിഷു അല്ലേ, നല്ലൊരു ദിവസം അല്ലേ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിക്കാന്ന് വെച്ചാ നീ സമ്മതിക്കില്ല അല്ലേ? അല്ലെങ്കിൽ നീ മാസ്ക് ഇട്ടൊക്കെ എനിക്ക് മനസ്സിലായിട്ടൊക്കെ ഉണ്ട്. ഇവിടെ എന്റെ മേടിച്ചുണ്ടേ പോളൂ. ഒരു കാര്യം ഞാൻ രണ്ടു അടുത്തും പറഞ്ഞേക്കാം. മാങ്ങ മടയാ മിണ്ടോ, ഞാൻ പറഞ്ഞോളാം. വെറുതെ താവല്ല വരാന്തേലോ അല്ലെങ്കിൽ അടുക്കളപ്പുറത്ത് എങ്ങനെ പോയി പോച്ചല്. ചേച്ചി പോവാനാ പറഞ്ഞേ. വെറുതെ വഴക്കുണ്ടാക്കാൻ ഓരോരോ കാരണങ്ങളായിട്ട് വന്നോളൂ. ആയുർവേദം എന്താ ചേച്ചി? എന്ത് വെച്ചിരിക്കണേ? വെറുതെ. എന്നാ പിന്നെ അപ്പുറത്തേക്ക് മാറി നീച്ചിരിക്കല്. ഓക്കെ. ഓ എന്താ പൊന്നു കൊച്ചേ, അങ്ങോട്ടല്ല ഇങ്ങോട്ട്. ഇന്ന് ഞാൻ അവിടെ ഉണ്ടാവും കേശു. പോ. ഞാൻ പുറത്തേക്ക് പോയ രണ്ടെണ്ണം വഴക്കുണ്ടാക്കാൻ വേണ്ടി വായെങ്ങാനും തുറന്ന ഇവിടെ വിഷുവിന് പൊട്ടിക്കാൻ വെച്ചേക്കണ ഗുണ്ടില്ലേ, അത് നിന്റെ വായിലിട്ട് ഞാൻ പൊട്ടിക്ക് നോക്കും. വഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. സംസാരിക്കാവോ? എന്താ ചേച്ചി? വന്നേ. എന്താ ഇന്നെന്താ ദിവസം? വിഷുവിന്റെ തലേന്ന്. അപ്പൊ വടക്കം പൊട്ടിക്കണ്ടേ? പിന്നെ പൊട്ടിക്കണ്ടേ? ഇതേണ്ട ഇതേണ്ട ഒരു വെടിക്കെട്ടിനുള്ള സാധനങ്ങളുണ്ട്, പൊട്ടിക്കാം. പിന്നെ പൊട്ടിക്കാം. നിന്നെ ചേട്ടനെ വിളിക്കണേ. യേശുട്ടാ, യേശുട്ടാ. Happy Visu!
കാല് പൊക്കി വെക്കും മക്കളെ, പടിയുണ്ട് അവിടെ. പതുക്കെ കാല് പൊക്കി വെക്കണേ. നോക്കി 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 ഇറങ്ങണേ. നോക്കി. ഇല്ല, അമ്മൂമ്മ പിടിച്ചിട്ടുണ്ട്. കണ്ണ് തുറക്കരുത്, കണ്ണ് തുറക്കരുത്. ഇല്ലില്ല ഇല്ലില്ല. ആ അവിടെ നിൽക്കി, അവിടെ നിൽക്കി, തൊഴുതോണ്ട് നിൽക്കി. കണ്ണ് തുറക്കല്ലേ, കണ്ണ് തുറക്കല്ലേ. ആ പതുക്കെ എല്ലാവരും കണ്ണ് തുറന്ന് നോക്കിയേ. നേരെ തൊഴുതോണ്ട് തൊഴുതോണ്ട്. കണി കാണും നേരം കമലനേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. എല്ലാരും ഒന്ന് പ്രാർത്ഥിച്ചേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അമ്മമ്മ കഴിഞ്ഞേട്ടാം തരാലോ. എന്നാ കുഞ്ഞിനെ ഒന്ന് പിടിച്ചേ. താങ്ക് യു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. അടുത്ത ആള് വന്ന് വാങ്ങിച്ചു. ഹാപ്പി വിഷു അമ്മേ. ഹാപ്പി വിഷു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണം. ആദ്യം മോള് പിടിച്ചു, കുഞ്ഞാവ പിടി. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. എവിടെ ഉറക്കപ്പിച്ച എന്റെ വലിയ മോക്കുള്ളത്. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ശിവാനിയും കൂടെ വേണമായിരുന്നില്ലയോ? അവള് സമയം പങ്ക് എത്തിക്കോളൂ അമ്മൂമ്മ. അമ്മൂമ്മ ഒരു 501 രൂപ മാറ്റി വെച്ചോ. ഇതൊന്നും അമ്മൂമ്മ തരുന്നതല്ല, അപ്പൂപ്പൻ തന്നെ ഏൽപ്പിച്ചിട്ട് പോയതാ. അപ്പൂപ്പനെ വിഷു കൂടെ കഴിഞ്ഞിട്ട് മൂകാംബികയ്ക്ക് പോയാൽ മതിയായിരുന്നു. ഞാൻ പറഞ്ഞതാ, കേക്കണ്ടായോ? കേശു എന്തി? അയ്യോ പറഞ്ഞോലെ, കേശു എവിടെ? അത് ശരി, അവൻ ഉറങ്ങാണ്. വിളിച്ചെണീപ്പിച്ചില്ലേ? ഞാനങ്ങ് മറന്നുപോയി. ബെസ്റ്റ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കേശു ഇല്ലയോ അത്? കൃഷ്ണ കൃഷ്ണ. കേശുവിന്റെ ശബ്ദം ഇല്ലയോ? കേശുവേ, നീ എവിടാ? നിനക്ക് കണി കാണണ്ടേ? ഭഗവാനെ, ഭഗവാനെ കൃഷ്ണ. ഭക്തേ എന്തോ അമ്മമ്മ, അത് ഞാൻ മനസ്സിലായില്ലേ? മനസ്സിലായി മനസ്സിലായി. എങ്ങനെയുണ്ട്? കൊള്ളാം. കേശുവേ, ഓ കൊള്ളാലോ സെറ്റപ്പ്. നീ ഇതൊക്കെ എപ്പ ചെയ്തടാ? ഉറങ്ങിയില്ലേ രാത്രി? എല്ലാം ഭഗവാന്റെ ലീലാവിലാസങ്ങൾ. പിന്നെ വിഷുവിന്റെ അന്ന് ഭഗവാന്റെ വേഷം ധരിക്കുക എന്നുള്ളത് ഒരു പുണ്യല്ലേ? യേശു എല്ലാം നാം അറിയുന്നു. മംഗളം ഭവിക്കട്ടെ, മംഗളം ഭവിക്കട്ടെ. കേശുവേട്ടാ, ഓ നമുക്കൊരു കാര്യം ചെയ്താലോ? എല്ലാ വീടുകളെയും പോയി ഈ രൂപത്തില് കണി കാണിക്കാം. അതെ അതെ, എല്ലാവർക്കും സന്തോഷാവും. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. പോയാലാ? ബാ പോവാം. അച്ചക്ക മച്ചക്ക. പക്ഷെ അതിനു മുന്നേ ഓ നീ ഇത്രയും ഭംഗിയായിട്ടല്ലോ നിക്കണേ, ഞങ്ങൾക്കൊന്ന് റെഡി ആവണ്ടേ? ഓ അങ്ങനെ. ആ അപ്പൊ പിന്നെ നിങ്ങൾ പറ്റാവും.
ചിരിക്കൂ കണ്ണാ മനം നിറയ്ക്കൂ കണ്ണാ കണ്ണാ കരുണാനിധേ കണ്ണാ കൃപാനിധേ കണ്ണാ കരുണാനിധേ കണ്ണാ കൃപാനിധേ ആനന്ദ കണ്ണാ അമ്പാടി കണ്ണാ ഒന്നു ചിരിക്കൂ കണ്ണാ മനം നിറയ്ക്കൂ കണ്ണാ കണ്ണാ കരുണാനിധേ കണ്ണാ കൃപാനിധേ സത്യം പറയൂ കണ്ണാ നിത്യം നേരാം വെണ്ണ സത്യം പറയൂ കണ്ണാ നിത്യം നേരാം വെണ്ണ എന്നെ മറന്നോ കണ്ണാ നീയകന്നോ കണ്ണാ എന്നെ മറന്നോ കണ്ണാ നീയകന്നോ കണ്ണാ എന്നെ അറിയൂ കണ്ണാ കണ്ണീർ തുടയ്ക്കൂ ആനന്ദരൂപ താമര കണ്ണ അമ്പാടി കണ്ണ ഒന്നു ചിരിക്കൂ കണ്ണ മനം നിറയ്ക്കൂ കണ്ണ കണ്ണാ കരുണാനിധേ കണ്ണാ കൃപാനിധേ ആളെ ഇവിടെ ആഘോഷമൊക്കെ ഓൾറെഡി തുടങ്ങി, ഇന്നലെ തുടങ്ങി. ആ കേശു അവിടെ കൃഷ്ണൻ നല്ല ഭംഗിയുണ്ട് കാണാൻ. ആഹാ ഓക്കേടാ, ശരി ശരി വിളിക്കാം. ഇവിടെ ആരുമില്ലേ? ഇവരൊക്കെ അവിടെ പോയി. ചേച്ചി ആ പാറു ഇങ്ങനെ പാറക്കുട്ടി, കേസ് ചേട്ടൻ അവിടെ? കേശവൻ അവിടെ അല്ലെങ്കിൽ വേണ്ട ചേച്ചി, ഇപ്പൊ അങ്ങോട്ട് പോവണ്ട. എങ്ങോട്ട് പോണ്ടാന്ന്? അങ്ങോട്ട്. എങ്ങോട്ട്? അങ്ങോട്ട്. എങ്ങോട്ടെന്ന് പറവാറു? പുറത്ത്. പുറത്തെന്താ പോയാല്? ഒന്നുമില്ല. പിന്നെ? പിന്നെ ഒന്നുമില്ലെന്ന്. പാറക്കുട്ടാ, ചേച്ചിയോട് പറ, എന്താ പുറത്ത്? പുറത്ത് കേശവേട്ടനെ കൃഷ്ണന്റെ വേഷത്തിൽ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. ആരെടുക്കുന്നു? ഹരിത ചേച്ചി. എവിടെ? അങ്ങ് പുറത്ത്. ചേച്ചി ഇപ്പൊ അങ്ങനെ പോവണ്ട, അവരുടെ ഫോട്ടോഷൂട്ടൊക്കെ ഒന്ന് കഴിയട്ടെ. ചേച്ചി ഇപ്പൊ പോയി കഴിഞ്ഞാ അത് മൊത്തം കുളവാക്കും. ഒന്ന് പോയി. ഹലോ മെർലിൻ മൺട്രോ, അതെന്താണ് ഇങ്ങോട്ടേക്കാ? ഞാൻ ഒന്നവിടെ വരെ പോയിട്ട് വരാം. എവിടെ വരെ? പുറത്ത് ബാക്കില്. എടാ നമുക്ക് മോളോട്ടിരിക്കാം, എന്താ? ആ ഇരിക്കാലോ, ഇപ്പൊ പോയിട്ട് വന്നിട്ട് ഇരിക്കാം. ഓക്കെ? എടോ തനിക്ക് ഇപ്പോഴും എന്റെ അടുത്ത് വഴക്കുണ്ടോ? എനിക്ക് തന്നോട് പഴയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമുക്ക് കുറച്ചൊരു ചില്ലൊക്കെ ചെയ്തിരിക്കാടോ. ആ ശിവ പോയിക്കോ, ഒരു 5 മിനിറ്റ് ഞാൻ ഇപ്പൊ എത്തിയേക്കാം. പറയേ, എന്താണ് വല്ലാത്തൊരു വെപ്രാളം മെർലിൻ ചേച്ചിക്ക്? അതില്ലേ ചേച്ചി, കേശവ ചേട്ടനെ ഹരിത ചേച്ചി ഫോട്ടോ എടുക്കുന്നവരെ ഞാൻ പറഞ്ഞു, അതുകൊണ്ടുള്ള വെപ്രാളമാ. അയ്യോ, അതുകൊണ്ടുള്ള വെപ്രാളമായിരുന്നോ? എടോ അവര് ഫോട്ടോ എടുക്കട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം, തന്റെ വിഷമം മാറാനായിട്ട് നമുക്ക് 2 സെൽഫി എടുക്കാം. നമുക്ക് എടുക്കാം. ശിവ നിക്ക്, ഒരു 5 മിനിറ്റ് ഞാൻ പോയിട്ട് ഇപ്പൊ വരാം. ആ ഫോട്ടോ എടുത്തിട്ട് പോ. എടാ ഫോട്ടോ എടുക്കാൻ 5 മിനിറ്റ്, ഞാനൊന്ന് പോയിട്ട് ഇപ്പൊ വരാം. ഓക്കെ? പോവേണ്ടേ ചേച്ചി? ഇപ്പൊ വരാൻ പാറു. ஹலோ, எல்லாரும் இங்க நிக்கிறீங்களா? ஹெல்ப் பண்ண வந்தேன்னா சீக்கிரம் சദ്യ சாப்பிடலாம். പിന്നെന്താ, അതേ മെർലിനൊക്കെ നിൽക്കുമല്ലേ? മെർലിനാണെങ്കിൽ രാവിലെ തന്നെ വർക്ക് മൂഡിലാണല്ലേടാ. മെർലിൻ ചേച്ചി സദ്യ ഉണ്ടാക്കാൻ വന്നിട്ട് എന്ത് ചെയ്യാനാ? വെറുതെ നോക്കി നിൽക്കും, വേറെന്ത് ചെയ്യാന്? ആന്റി, ലെറ്റ്സ് ഗെറ്റ് ടു ദി മാറ്റർ. അപ്പൊ എങ്ങനെയാണ്, തട്ടിക്കൂട്ട് സദ്യയാണോ അതോ വിഭവസമൃദ്ധമായ ഫുൾ സദ്യയാണോ? ஃபுல் சத்யா. சிவா, மாம்பழம் எல்லாம் கிடைச்சிருக்கு, அத வச்சு புளிശ്ശേരി எல்லாம் ഉണ്ടാக்குறாங்க. മാമ്പഴ പുളിശ്ശേരിയാ? ஆமா. അടേങ്കപ്പാ, പ്രമാദം. വാ, നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. വാടാ. ആ വരും പൊക്കോ.
കേശു ആ ഒന്ന് പല്ല് കെട്ടിട്ട് ഒന്ന് ചിരിക്കും. അത്രയ്ക്ക് വേണ്ട, കുറച്ച് കുറയ്ക്കും. ഇനി ആ മരത്തില് ചാരി. വരത്തില്ല. ആ ആ ഇങ്ങോട്ട് നോക്ക്. ഓടക്കോഴിൽ ഒന്ന് കുറച്ച് നേരെ ഒന്ന് ഇങ്ങോട്ട് ആ ഇങ്ങോട്ട് ഇങ്ങോട്ട് ചിരിക്ക്. നേരെ ചിരിക്ക്. ഇതാണോ ഉദ്ദേശിച്ചേ? അല്ല, ഒന്നിങ്ങോട്ട് സാധാ പോലെ നിക്ക്. കേശു, ഓ ഈ ബാക്ക്ഗ്രൗണ്ട് അത്രയ്ക്ക് പോരാ, നമുക്ക് കുറച്ച് അങ്ങോട്ട് എടുത്തിട്ട് എടുക്കാം. അങ്ങോട്ട് മറിച്ചെടുക്കാം. ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ കേട്ടോ. ആ അതൊരു രസമല്ല. വേണമെങ്കിൽ നമുക്ക് കുറച്ച് സെൽഫി എടുക്കാം. എന്താ കേശു കാണിക്കണേ? നേരെ നേരെ നോക്ക്. കേശു നിന്നെ എവിടെയൊക്കെ നോക്കി? നീ ഇവിടെ നിക്ക? ഞാൻ മെർലിനെ എവിടെയൊക്കെ നോക്കി. മെർലിൻ ഇവിടെ നിക്കുക അല്ല ഇങ്ങോട്ട് വരിക. നീ പുറകിലുണ്ടെന്ന് പറഞ്ഞ ഞാൻ അവിടെ പോയി നോക്കി. അപ്പർ സൈഡിലുണ്ടെന്ന് വിചാരിച്ചാൽ അവിടെ പോയി നോക്കി, അവിടെ ഇല്ല. നമ്മളിപ്പോ പുറകിലല്ലായിരുന്നു ആരുത. നമ്മൾ എന്നിട്ട് അവിടുന്ന് അപ്പുറത്തെ സൈഡിൽ പോയി. ഇതിന് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ വന്ന്. നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ വന്നപ്പോ മെർലിൻ അപ്പുറത്തെ സൈഡിൽ, നമ്മൾ പുറകെ വന്നപ്പോ മെർലിൻ ഫ്രണ്ടിൽ. അങ്ങനെ നമ്മൾ ഒളിച്ച് കളിക്കായിരുന്നു. ഒളിച്ചു കളിക്കുന്നോന്നോ? കേശു എന്തൊക്കെയാ പറയണേ? കേശു നമുക്കൊരു 5 ഫോട്ടോസ് എടുക്കാം. 5 ഫോട്ടോയാ? എന്തിനി? അതിന്റെ ഒരു 5 ഫ്രണ്ട്സിനെ അയച്ചെടുക്കാൻ. ഒരു ഫോട്ടോ എടുത്തിട്ട് 5 ഫ്രണ്ട്സിന് അയച്ചു കൊടുത്താ പോയി. ഓരോരുത്തർക്കും ഓരോന്ന് അയക്കല്ലേ, ഇതെടുത്തൊന്നും രസമല്ല. അതല്ലേ ത്രില്ല്. ഇപ്പൊ തന്നെ കൊറേ എടുത്ത് കാണുമല്ലോ. ഒരുപാട് എടുത്തു. കേശു നമ്മളെടുത്ത ഫോട്ടോസ് ഒന്ന് കാണിച്ചെടുക്കട്ടെ. എടാ കേശു, നീ വേഷം ഒന്ന് അഴിച്ചു വെക്കണല്ലേ? ഇല്ല, നീ ഇങ്ങനെ തന്നെ അങ്ങ് ജീവിക്കാന്ന് വിചാരിച്ചു. ഭഗവാന്റെ വേഷം കെട്ടി ജീവിക്കുന്നതിന് വലിയ ഭാഗ്യം വേറെ. എന്തേ? നിങ്ങളെ അമ്മൂമ്മ വിളിക്കുന്നുണ്ട്, സദ്യ ഉണ്ടാക്കാൻ സഹായിക്കാൻ. അയ്യോ, ഞാനത് മറന്നുപോയി. പോരാമേ പാറു. കേശു നമുക്കൊരു സെൽഫി എടുക്കാം, എന്നിട്ട് അങ്ങോട്ട് പോവാം. അതെ, ഇത് കൊറേ നേരം ആയല്ലോ. ഇനി മതി, പോയേ. ഞാൻ കുറച്ച് ഫോട്ടോസ് എടുക്കാനുണ്ട്. ആ എന്ത് വർത്താനാ മെർലിൻ? ഞാൻ കേശുന്റെ പഴയ ഫ്രണ്ടാണ്. അതിന് അപ്പൊ എനിക്ക് സീനിയോറിറ്റി കൂടുതലാണ്. സീനിയോറിറ്റി? എന്ത് സീനിയോറിറ്റി? എന്ത്? ഞാൻ എടുക്കും. വീട്ടിൽ പോച്ചേ. ഞാൻ എടുത്തിട്ട് നീ എടുത്താ മതി. എടുക്കണുണ്ടോ ഫോട്ടോ? ചേട്ടാ, ചേട്ടന്റെ കൂടെ ഹരിത ചേച്ചി നിൽക്കുമ്പോഴേ ഹരിത ചേച്ചിയെ കാണാൻ കൃഷ്ണന്റെ കൂടെ ഗോപിമാര് നിൽക്കുന്ന പോലെ ഉണ്ട്. ഇങ്ങോട്ട് മാറി, ഇങ്ങോട്ട് മാറി നിക്കാൻ. അല്ല പാറു, നീ ഗോപികനെ മുന്നേ കണ്ടിട്ടുണ്ടോ? ആ കണ്ടിട്ടുണ്ട്, ചിത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. എടാ കേശു, നീ ഇത് അഴിച്ചു വെക്കണല്ലേ? ഈ കളറൊന്നും പോവില്ല. കുറച്ചു നേരം കഴിയുമ്പോ ലാസ്റ്റ് ചൊറിച്ചിൽ വരെ വരും. കേശു, നീ വന്നേ, നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാം. അതെങ്ങനെ ശരിയാവും? കേശു, നമുക്ക് ഫോട്ടോസ് എടുക്കാം. നിങ്ങൾ കുറെ എടുത്താലേ ഞങ്ങൾ എടുക്കട്ടെ. എടുത്തൊന്നും ശരിയായിട്ടില്ല. അത്രയൊക്കെ മതി, അത്രയൊക്കെ ശരിയാ. ഭഗവാന്റെ വേഷോട് കെട്ടിയേക്കണേ, അതിന്റെ വിലയിൽ എന്താ? വന്നേ നിങ്ങള്. ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്ന കാണാൻ എന്തോരം ആൾക്കാരാ. ഇതിവിടെ സ്ഥിരം ഉണ്ടാക്കുന്നതാ. അപ്പുറത്ത് ഒരുപാട് പണി കിടപ്പില്ലയോ? എല്ലാരും പോയി അതൊക്കെ ചെയ്യ്. അമ്മൂമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ, അത് കാണേണ്ട കാഴ്ച തന്നെ. ഇടാറായ അമ്മൂമ്മ? ഇടാൻ പോവാ. മാങ്ങായേ നോക്കിയിട്ടില്ലെങ്കിൽ ശരിയാകത്തില്ല. ഒരെണ്ണം കേടുള്ളത് മതി, മൊത്തം കുഴപ്പമായി പോവും. അമ്മൂമ്മ, ഇത്രയും മാങ്ങ എവിടുന്നാ? അതൊക്കെ ഉമേഷ് കൊണ്ടുവന്ന്. കാര്യം എന്താ പറഞ്ഞാലും അവനോടൊരു കാര്യം പറഞ്ഞ എവിടുന്നെങ്കിലും ഒക്കെ സംഘടിപ്പിച്ചോണ്ട് വരും. അത് അമ്മൂമ്മ പറഞ്ഞത് ശരിയാട്ടാ. അമ്മമ്മേ, ഉമേഷേട്ടനെ കൈനീട്ടം കൊടുത്താ? കൈനീട്ടമൊക്കെ കൊടുക്കാം, വരട്ടെ. അമ്മൂമ്മേ, എവിടെ വരെ ഈ സദ്യയൊക്കെ? ആ ആയി വരുന്നു. എന്നെ സഹായിക്കാന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ ആയിരുന്നു? ഞാനപ്പുറത്തെ തൊടിയിലായിരുന്നു. വെറുതെ തൊടിയിലായിരുന്നു, എനിക്ക് മനസ്സിലായി. എന്നിട്ട് കൃഷ്ണൻ എന്തി? മെർലിൻ ഗോപികയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ പോയി.
എന്തായി മാമ്പഴ പുളിച്ച് റെഡിയായ? ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളടോ. അല്ലയോ കൃഷ്ണ, അങ്ങേക്ക് ഈ വേഷം അഴിച്ചു വെക്കാറായില്ലേ? വേഷം അഴിച്ചു വെക്കാൻ സമ്മതിക്കണ്ടേ ഗോപികമാർ? ഫോട്ടോഷൂട്ട് അത് കഴിഞ്ഞില്ലേ? അങ്ങോട്ട് ചോദിച്ചു. നടക്കട്ടെ നടക്കട്ടെ. അല്ല അമ്മമ്മ, ഇതിനിപ്പോ എത്ര നേരം എടുക്കും? ഇതിപ്പോ കുറച്ചു നേരം കൂടെ എടുക്കും. പിന്നെ പോകുന്നതിന് മുന്നേ തനതായ രീതിയിൽ എങ്ങനെ മാമ്പഴ പുളിശ്ശേരി വെക്കാം എന്നതിന്റെ റെസിപ്പി എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. എന്തിനാ? എനിക്ക് ചെന്നായി പോയിട്ട് പൊളി പൊളിക്കണ്ടേ? ഞാൻ പറഞ്ഞുതരാം. ശിവാനിക്ക് മാത്രല്ല എല്ലാവർക്കും കൂടെയാ പറഞ്ഞു തരുന്നത്. പിന്നെ ഇനി എന്നോട് ചോദിക്കേ? അമ്മൂമ്മ പറയാടാ, നീ അവിടെ നില്ല്. കൃഷ്ണ, കാര്യം പറ. പഴുത്ത മാങ്ങ, നാട്ടുമാങ്ങയാന്ന് ഇതിന് കൂടുതൽ ഉപയോഗിക്കുന്നത്. മാങ്ങ, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, വെള്ളം ഇതെല്ലാം കൂടി ഇട്ട് വേവിക്കുക. നന്നായിട്ട് വേവിക്കുക. വെന്ത് കഴിയുമ്പം ചുമന്നുള്ളി, വെളുത്തുള്ളി, ജീരകം, നാളികേരം ചിരണ്ടിയത് ഇതെല്ലാം കൂടെ നല്ല പോലെ അരയ്ക്കുക. മഞ്ഞപ്പൊടിയും കൂടി ഇടണം. എന്നിട്ട് അത് ഇതിനകത്ത് ഒഴിക്കുക. എന്നിട്ടൊന്ന് മാങ്ങയ്ക്കതില് എടാ മാങ്ങ തിളപ്പിച്ച് വെച്ചേക്കുന്ന കണ്ടില്ലേ? അതിനകത്തിലിട്ട് നല്ല പോലെ തിളപ്പിക്കണം. തിളപ്പിച്ചിട്ട് വാങ്ങി വെക്കുക. വാങ്ങി വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോ എവിടുന്ന് വാങ്ങണം? എടാ അടുപ്പേന്ന് വാങ്ങി വെക്കണം. വാങ്ങി വെച്ചതിന് ശേഷം ഇച്ചിരി ഒന്ന് ആറി കഴിയുമ്പം മോരൊഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഉള്ളി, കൊച്ചുള്ളി, ചെറിയുള്ളി, വറ്റൽമുളക്, കടുക്, കറിവേപ്പില, വെളിച്ചെണ്ണ താളിക്കുക. കടുവറ തട്ടുക. ഇത് എന്റെ രീതിയാന്നേ ഞാൻ പറഞ്ഞത്. ഇനി ഓരോരുത്തടത്തും ഓരോ രീതിയാണേ. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. പക്ഷേ ഇത് ഇത്ര സിമ്പിൾ ഇടപാടായിരുന്നാ? ഇതിനാണ് ഇത്ര ബിൽഡപ്പ് കൊടുത്തത്? ഞങ്ങൾ പ്രതീക്ഷിച്ചു. വീക്കിലിയിലെ പാചകക്കുറിപ്പ് പോലെ ഇത് അത്ര സിമ്പിൾ ഒന്നും അല്ല. നീ ചെന്നൈയിൽ പോയിട്ടേ ഉണ്ടാക്കിയ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു നോക്ക്. തമിഴില് നല്ല ക്ലാസ് ചീത്തവിളി കേൾക്കാം. എന്തായാലും പാചകരാട് ലക്ഷ്മിനെക്കാട്ടിലും ഭേദമായിരിക്കും. അമ്മൂമ്മയെ കനകാന്റി, ഞാൻ നന്നായിട്ട് പാചകം ചെയ്യും. അവിയലുണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്നാ ഞാൻ നന്നായിട്ട് അവിയൽ ഉണ്ടാക്കാം. നല്ല കട്ടിയുള്ള അവിയലില്ലേ? കട്ടിയുള്ള അവിയലോ? തിക്കായിട്ടുള്ള, നല്ല പെരണ്ടിരിക്കുന്ന. ഹരിത ചേച്ചി പറഞ്ഞതാ. ചാൻസ് കൊടു, അവള് പൊളിക്കട്ട്. പൊളിക്കും. മെർലിൻ ചേച്ചിക്ക് പാചകമൊന്നും അറിയത്തില്ലേ? വല്ല ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ ഞാൻ നോക്കിയാനെ. നിനക്കാന്ന് വീട്ടിൽ വന്നപ്പോ ബീഫ് കറി ഉണ്ടാക്കി തന്നില്ലേ? ആണ്, പക്ഷെ വിഷുവിനാണോ ചിക്കൻ കറി? എല്ലാരും ഭയങ്കര ചിരിയാണല്ലോ. എന്റെ മെർലിനെ പിന്നെ ഇങ്ങനെ കേട്ടാ ചിരിക്കാണ്ടിരിക്കോ? വിഷുവിന്റെ അന്ന് ആരെങ്കിലും ചിക്കൻ കറി വെക്കോളൂ? അങ്ങനെ അങ്ങ് മെർലിനെ കളിയാക്കൊന്നും വേണ്ട. ചില സ്ഥലങ്ങളിലൊക്കെ വിഷുവിനും ഓണത്തിനും ഒക്കെ നോൺ വെജ് വെക്കാറുണ്ട്. അതെ, ഇന്നത്തെ അവിയല് കഴിച്ചു കഴിയുമ്പോഴും എല്ലാവരുടെ മുഖത്ത് ചിരിയൊക്കെ കാണണം കേട്ടോ. അതെ, കഴിച്ചിട്ട് പറയാ രസമുണ്ടോ രസമല്ലേന്നൊക്കെ. ചേച്ചി വേറെ പണിയൊന്നുമില്ലേ? അമ്മമ്മ, പപ്പടം, പരിപ്പ്, അച്ചാറ് ഈ പരിപാടികളൊക്കെ ഞാൻ നോക്കിക്കോളാം. അച്ചാർ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇട്ടോ? എന്നാ പപ്പടത്തിന്റെ പരിപ്പിന്റെ കാര്യം ഞാൻ നോക്കി. ഉഷാറായിട്ട് തന്നെ അവിയല് ഞാൻ ഉണ്ടാക്കാം. അതന്നെ, അവള് പൊളിക്കട്ടെ. വാ അവിയലുണ്ടാക്കും. നിനക്കൊന്ന് ഓടക്കോയിലേക്ക് പറ്റൂലേ? പിന്നെ കൃഷ്ണൻ ഓടക്കോയില് വേണ്ടേ? അത് റിയൽ കൃഷ്ണൻ. നീ ഡൂപ്ലി കൃഷ്ണൻ. പച്ചന്റെ വേഷം കിട്ടിയ നിനക്ക് എന്തിനാണ് ഓടക്കോയില്? ഇങ്ങോട്ട് നിനക്ക് അടുപ്പിൽ ഊതാൻ പോലും പറ്റൂലടാ. ആദ്യം നീ വേഷമൊക്കെ ഒന്ന് അഴിച്ചു വെക്ക്. ഒന്നും പറ്റൂല. ഇത്രയും കാശ് കൊടുത്തെടുക്കാൻ അറിയാമെങ്കിൽ ഈ വൈകിട്ട് വരെ എടുത്തോണ്ട് ഞാൻ നടക്കും. തലേക്കൂടെ ഞാൻ വെള്ളം കോരി ഒഴിക്കും. പോയി തേച്ചരച്ച് കുളിക്കടാ ആദ്യം.
കൃഷ്ണനാണ് തലക്കൂടെ വെള്ളം കോരി വയ്ക്കും. അതന്നെ എനിക്കും പറയാനുള്ളൂ. കൃഷ്ണാണ്, വെറുതെ വേണ്ട. അത് തന്നെ ഞാൻ പറയുള്ളൂ. വേണ്ട, വെറുതെ വേണ്ട. അല്ല, എന്താണ് സാറിന്റെ ഉദ്ദേശം? ഇനി ഇങ്ങനെ അങ്ങ് ജീവിക്കാനാണ് കൃഷ്ണനെ പോലെ? അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ജീവിക്കണത്. അയ്യോ, അങ്ങനല്ല, ഈ കോലത്തിൽ ജീവിക്കാനാണോന്ന്. അത് വേറെ ഒന്നുമല്ല, കൊറേ പെമ്പിള്ളേർ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ഷോ കാണിക്കണമല്ലോ, അതുകൊണ്ടല്ലേടാ നീ വേഷം കെട്ടി ഇവിടെ നിക്കണത്. പിന്നെ വേറെ വേലയില്ല. വേറെ വേലയില്ല. അതെ, നിനക്ക് വേറെ വേലയില്ല. ഈ കോലത്തിൽ നിൽക്കുന്നോണ്ട് ഞാൻ വേറൊന്നും പറയുന്നില്ല. നിനക്ക് എങ്ങനെ പറ്റുന്നട എല്ലായിടത്തിനും മേച്ചോണ്ട് ഇവിടെ കൊണ്ടുവരാനായിട്ട്? ശരി, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്കൊന്നും ഇഷ്ടപ്പെടായ. എനിക്ക് ആ പിള്ളേരോട് സഹതാപാ തോന്നുന്നത്. ഞാനൊന്ന് വിളിച്ചാലേ പിള്ളേര് പറഞ്ഞു വരും. പറഞ്ഞു വരും. അതെ, ഈ പിള്ളേരുടെയൊക്കെ വീട്ടിൽ പറഞ്ഞിട്ടാണേ വരുന്നത്. മെർലിനൊക്കെയോ? മെർലിന്റെ വീട്ടില് ഭൂകമ്പമായിരുന്നു, പിന്നെ ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടാണെങ്കിൽ വന്നത്. അപ്പൊ ഹരിത? അത് ഞാൻ വിളിച്ച് സംസാരിച്ചു. ഈ ഹരിതയുണ്ടല്ലോ, ഫുള്ള് ഈ കൃഷി പച്ചപ്പ് ഹരിതാപത്തിന്റെ ഒക്കെ ആളാണ്. ഇവിടെ വന്ന് വിഷു ആഘോഷിക്കണം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആ കൊച്ചിനെ വീട്ടിലും വിളിച്ച് സംസാരിച്ചു. നീ മാത്രമല്ല കേട്ടാ. ആ കൊച്ചു കണ്ടൊരു കണി എന്റെ ഒരു വർഷം പോയി കിട്ടും. നീ ആദ്യം വേഷം ഒന്ന് അഴിച്ചു വെക്കടാ. ശരി, നിങ്ങൾ ഇത്രയും പറയണ ശരിക്കും ഞാൻ ഇനി വേഷം അഴിച്ചു വെച്ചിട്ടെന്ന് പറയുന്നത്. തല്ലി ഞങ്ങള് ഊരിപ്പിക്കണ. നീ തല്ലി ഊരിപ്പിച്ചു കൃഷ്ണനായതുകൊണ്ട് ഞാൻ തൊടുന്നില്ല. വാർണിംഗ് ആണേ, മര്യാദയ്ക്ക് പോയി കുളിച്ചോ പോ. കൃഷ്ണനെ കൈകൊണ്ട് സംസാരിക്കുന്നത് ദോഷം. ആ സമയത്ത് കൃഷ്ണന്റെ ഓടക്കോല് മേടിച്ച അതിലും ഓടക്കോല് താടി മെറലിനെ വിളിക്കട്ടെ ഞാൻ. കാണിക്കട്ടെ കൃഷ്ണന്റെ ശരിക്കുള്ള സ്വഭാവം കാണിക്കട്ടെ. വിളിക്കും ഞാൻ. താടാപ്പ പാവല്ലേ ഞാൻ. താടാപ്പ പ്ലെങ്കിലും പ്ലീസ്. കൃഷ്ണൻ നിന്ന് കെഞ്ചുന്നു. കുറച്ചു മുന്നേ അവിടെ കിടന്ന് കൊഞ്ചുമായിരുന്നു. എന്നാ വേണമെങ്കിൽ എടുത്തോ. കൃഷ്ണന് പേരദോഷം കേൾപ്പിക്കാൻ വേണ്ടി ഉണ്ടാകും. പിന്നെ ഇത് എത്ര നേരം പോ ഈ പ്രസന്ന വേഷം? അത് സന്ധ്യ. സന്ധ്യ സദ്യ കഴിയുന്നുണ്ട്. എന്നാ നിനക്കോളാം. ഗോപികുമാരെ കാത്തിരിക്കണം എന്റെ പൊന്നോ. എന്താ ജീവിതം. നാണം നോക്കിയാണ്. ഒന്ന് പോടേ കള്ളക്കണ്ണ. എന്ത് പറയാന്, വളർത്തി വഷളാക്കുമല്ലേ ഓരോരുത്തര്. ഇത് വളർത്തി വഷളാക്കുമല്ലേ ഓരോരുത്തരെന്ന്. ഇനിയിപ്പോ നിന്റെ ചേട്ടൻ ഓരോന്നൊക്കെ ചെയ്യുന്നത് അത് എന്റെ തലയിലേക്ക് കൊണ്ടിടും. പിന്നെ ഞാൻ വേറെ ആരുടെ തലയിൽ കൊണ്ടു തൊടണം? അവന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ചേച്ചിയാണ്. ചേച്ചി വളം വെച്ച് കൊടുത്തിട്ടാന്ന് ഞാൻ പറയത്തുള്ളൂ. എന്റെ പൊന്നു ശിവ, നല്ലൊരു ദിവസമായിട്ട് എനിക്ക് വഴക്കിടാൻ വയ്യ. അകത്തേക്ക് കയറിപ്പോ. ഇവരിവിടെ ഒരു വൃന്ദാവനം ആക്കുവോ ചേച്ചി? എനിക്കറിയാം, വളരെ പോയെ കോമഡിയാണ്. വിളമ്പി കഴിഞ്ഞു. ഇനി കഴിക്കാനുള്ള ആൾക്കാരെന്തേ? ആഹാ, പൊളിച്ചല്ല വിളമ്പിയാ. ഇരിക്കണേ കൃഷ്ണ. എടോ, കുഞ്ഞമ്മേനോട് ഇരിക്കുകയാണോ? മെർലിൻ ചേച്ചി, കേശവന്റെ കൂടെ ഇരിക്കാൻ പറ്റില്ല, എനിക്ക് എന്റെ കൂടെ വന്നില്ല. എന്തിനാണ് എല്ലാരും കുന്തം വീങ്ങി നോയിക്കൊണ്ടിരിക്കണേ? വിളമ്പ്. നീ എന്തുവാടാ ഇങ്ങനെ കൈയും കെട്ടിക്കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നേ? നീ അവിടെ ഇരിക്കേ. ഉമ്മ വിളമ്പുമ്മ. വിളമ്പുവാ. ജില്ലെന്ന് നില്ല്. ഓ, ഞങ്ങക്ക് 2 പപ്പടം വേണം. ഞങ്ങൾ 2 പേരുണ്ട്. തരാം. ചേച്ചി, അവൻ പപ്പടം എടുത്തോണ്ട് പോയി. വിഷുവായിട്ട് ചുമ്മാ അലപ്പുറം കാണിക്കല്ലേ. പപ്പടം എടുത്തോണ്ടല്ലോ. ഇല വെറുതെ കിടക്കണം. ഇരിക്കണില്ലേ? ഞങ്ങൾ ഇരുന്ന പിന്നെ ആര് വിളമ്പി തരും? ഞാൻ വിളമ്പി തരാം. അപ്പൊ എന്നാ നീ എഴുന്നേക്ക്. അല്ല അങ്ങനല്ല. അല്ല അമ്മൂമ്മ, ഞാൻ വിളമ്പാൻ വേണമെങ്കിൽ വിളമ്പാ. അതൊരു കാര്യം ചെയ്താൽ മതി. കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇരിക്കുമ്പോ
നിങ്ങൾ എല്ലാരും കൂടെ വിളമ്പി തന്നാ മതി. എന്താ ആ അത് മതി. കല്ലുമൾക്ക് എത്ര വേണം? എത്ര മതിയോ? കുറച്ചും കൂടെ ഇട്ടോ, അവള് കുറച്ചും കൂടെ കഴിച്ചോളൂ. ഓക്കെ. എന്റെ പാർമോക്കോ ഇച്ചിരി മതിയോ? സൈഡിൽ കൊടുക്ക. കൊഞ്ചം കൂടെ പോടുക. മതിയാ? മതിയാ? ഇച്ചിരി നീക്കി വെക്കേ. പപ്പടം കടിച്ചതാ. 2 പപ്പടം. അമ്മ മെർലിന് 3 തവണ ചോറ. ആന്റി എനിക്ക് ആ മാമ്പഴ പുളിശ്ശേരി ഒന്ന് എടുത്തരോ? அம்மா ஒரு ஸ்பெஷல் மாங்காய் கறி താങ്ക് യു. ரொம்ப டேஸ்டா இருக்கு. അമ്മൂമ്മേ ഒളിച്ചു. എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഒരു വൈ. മക്കളെ മക്കളോടെ ഇരിക്കേ. ഞാൻ അമ്മയോടെ ഇരുന്നോളാം. വേണ്ട, ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുമ്പോ മക്കൾ വിളമ്പി തന്നാ മതി. ഇരിക്കേ, അമ്മൂമ്മ വിളമ്പി തരാം. ആന്റി ഇത്തിരി പുളിശ്ശേരി തരൂ. അമ്മൂമ്മ ഓ, കിടുക്ക് അവിയൽ കേട്ടോ. അവിയൽ ആര് വെച്ചേ? അവിയൽ ആരാ വെച്ചത്? അവിയൽ ആരാ വെച്ചേ? ആരാ? ആരെങ്കിലൊക്കെ വെക്കട്ടെ, നീ കഴിക്കേ. മറ്റേ ചിക്കൻ കറി നല്ല തന്നെ. വിഷു ആട്ടാ ഇങ്ങോട്ടാ. അതാ നല്ലൊരു വിഷുവും കഴിഞ്ഞ് ഇന്ന് രാത്രിയും കൂടെ ഇവിടെ നിന്ന് സന്തോഷമായിട്ട് പോവാന്ന് വിചാരിച്ച് രണ്ടിന്റെയും വീട്ടിൽ വിളിച്ച് അനുവാദവും മേടിച്ച് കഴിഞ്ഞപ്പോ തുടങ്ങി. അയ്യോ എന്തരാണ് വിചാരിക്കുന്നത്? നിന്റെ വിചാരം എന്താ മെർലിന്? കാര്യമില്ലെന്നറിയാം, നീ അങ്ങ് മാറി. നിന്റെ വിചാരം എന്താണ് കരുതേ? നീയെങ്കിലും ഒരു പൊടിക്ക് താഴെ നീ എന്നും പറഞ്ഞോണ്ട് തറയാവല്ലേ. അതെന്ത് ഓർത്താണ് കേശു നീ ആ പറയണേ? അപ്പൊ ഞാനാരാ? നീ ആരാന്ന്? ആരാന്ന്? നീ 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 എന്താണ് ഇവിടെ എവിടുന്ന് പറഞ്ഞത്? ഇതെല്ലാം കൂടെ പൊളിച്ച് താഴെ ഇടും രണ്ടെണ്ണം കൂടെ. ഇത് പൊളിച്ചിടേണ്ട കാര്യമൊന്നുമില്ല, ഇപ്പൊ തന്നെ ഇടിച്ചോളൂ താഴെ വീണോളൂ. മെർലിനെ വേണ്ട വേണ്ട, നീ ലിമിറ്റ് കഴിയണുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ രണ്ടെണ്ണം ഇനി ഞാൻ പറയാതെ 1 ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടാണെങ്കിൽ പോലെ അവിടെ നിന്നോണം. ഞാൻ പോണ്. ഞാൻ പറഞ്ഞില്ലേ മെർലിൻ പണ്ടേ ശരിയാവൂല. ഈ കൊച്ചിന് കൊച്ചിലെ പണത്തിന്റെ ഹുങ്കാണ്. നിനക്കൊക്കെ എന്നെ കണ്ടിട്ട് എന്തരായിട്ട് തോന്നണ്? പറ, എന്തരായിട്ട് തോന്നുന്നു? ഞാൻ ആരാണ്? പറ, ഞാൻ ആരാണ്? പറ പറ. നീ പടവല രാജാവ്, അങ്ങോട്ട് മാറിക്കടാ. ഹരിതാ കിട്ടിയല്ലേ, ഇങ്ങ് വന്നാണ് വാ. അതെ, നിങ്ങൾ രണ്ടാളും ഇതിന്റെ അവസാനം കണ്ടക്ടേ അടങ്ങുന്ന രീതിക്കാണെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, നിങ്ങൾ ഇവിടെ കിടന്ന് എന്ത് കാണിച്ചാലും ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ലാന്ന്. അതുകൊണ്ടല്ലേ ഈ കാണിച്ചോണ്ടിരിക്കണത്. ആര് പറഞ്ഞു ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ലെന്ന്? നിനക്കൊക്കെ ഒന്നും പറയാൻ പറ്റില്ലായിരിക്കും. എനിക്ക് എവിടുന്നോ ഒന്നുമില്ല. ഞാൻ പറയാനുള്ളത് എവിടാണേലും പറയും. അങ്ങോട്ട് മാറി നിക്ക് നീ. അതെ, രണ്ടെണ്ണത്തോടെ ഞാൻ പറയുവാണ്, ഇത് ഇവിടെ വെച്ച് ഇപ്പൊ നിർത്തിക്കോ. ഇനിയും ബഹളം ഉണ്ടാക്കാനാണെങ്കിൽ ചേച്ചി വരുന്ന സ്വഭാവം അറിഞ്ഞേച്ചിട്ടേ. എന്തോന്നത്? നിങ്ങൾ കുടുംബം കുട്ടിച്ചോറാക്കുവോ? ചേച്ചി മേലെ എന്നെ അങ്ങനെ വിളിക്കരുത്, നാണക്കേടാണ് എനിക്കിപ്പോ അത് കേൾക്കുമ്പോ. ചേച്ചി നിന്റെ അടുത്ത് തന്നെ വിളിക്കരുതല്ലേ ഞാൻ പറഞ്ഞത്. നീ എന്താ പറയാറ്? നീ വലിയ ലോകം കണ്ടവനാണെന്നാ? അതെ, ലോകം കണ്ടവനാണ്. എന്നാലേ ഒരു മണ്ണാങ്കട്ട നീ കണ്ടിട്ടില്ല. നീ എന്താ വിചാരിച്ചേ? ഇവരൊക്കെ സന്തോഷത്തോടെ വിളിച്ചു വരുത്തി സദ്യയൊക്കെ കൊടുത്ത് വിഷുക്കണിയൊക്കെ കാണിച്ച് ഫ്രണ്ട്സ് ആക്കിയിട്ട് തിരിച്ചു വിടാവുന്ന? നടക്കൂല. ഇവര് ജന്മം ചെയ്താൽ നന്നാവൂല. ചേച്ചി എന്താ അങ്ങനെ പറഞ്ഞേ? ഞങ്ങൾ അത്ര മോശം കുട്ടികളാണോ? ഓഹോ, അപ്പൊ ചീത്ത കുട്ടികളാണ് സ്വയം അങ്ങ് തീരുമാനിച്ചാ? അതെ, ഞാൻ എന്റെ വീട്ടിൽ പോവാ. വാടോ. എന്താ വെറുതെ ആഹാരം തന്ന് അവസാനം അടിയും തന്ന് വിട്ടുന്നുള്ള ചീത്ത പേര് ഞങ്ങളെ കേൾപ്പിക്കാൻ നിൽക്കരുത്. പിന്നെ താൻ ഈ പാത്രത്തിൽ എങ്ങോട്ട് ഇറങ്ങി പോകാൻ പോകും? എന്റെ പൊന്നു ശിവ, ഒന്ന് പയ്യെ പറ. നീ അമ്മൂമ്മ എങ്ങോട്ടും കേട്ടോണ്ടോന്ന് അത് മതി. പറയണ്ടേ ചേച്ചി? എന്തെങ്കിലും മറിലെന്നെ ഹരിതേ, എന്തോന്നിത്?
ഇത്രയും നേരം അടിച്ച് പൊളിച്ച് നടന്നിട്ട് അവസാനമാകുമ്പോ നിങ്ങൾ അലമ്പുണ്ടാക്കുക. എടോ ഇതൊക്കെ ഒരു മൊമെന്റ് അല്ലേ? ഇങ്ങനത്തെ ഒരു ദിവസം ഇനി ജീവിതത്തിൽ കിട്ടുമെന്ന് എനിക്കറിയോ? ഇല്ലല്ലോ. അപ്പൊ മാക്സിമം എൻജോയ് ചെയ്യാൻ നോക്ക്. ചുമ്മാ വഴക്കും ബഹളും ഉണ്ടാക്കിക്കൊണ്ട് നടക്കുക. അത് തന്നെ. എടോ ഞാൻ പിന്നെ എന്തിനാണോ ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇവിടെ കഷ്ടപ്പെട്ട് വന്നത്? സത്യം പറയാലോ, നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ ഈ ഭയങ്കര സന്തോഷമായിരുന്നു വരാനായിട്ട്. പിന്നെ എനിക്ക് നിങ്ങളോട് രണ്ടാളോട് ഒരു ദേഷ്യമോ വിഷമോ ഒന്നുമില്ല. നമ്മളൊക്കെ നല്ല കമ്പനി അല്ലേടോ. താൻ ഈ മമ്മിനെ നല്ല എൻജോയ് ചെയ്യാൻ ശ്രമിക്കും. നിങ്ങളെയൊക്കെ വിളിക്കട്ടെ എന്ന് ഇവൻ ചോദിച്ചപ്പോഴത്തേക്ക് ഞാനാ പറഞ്ഞത് വിളിക്കാൻ. അതിപ്പോ എനിക്ക് തന്നെ പണിയായ. മല്ലിനെ, ഹരിത, നിങ്ങൾ തമ്മില് യാതൊരു പ്രശ്നമില്ലെന്ന് എനിക്കറിയാം. ചുമ്മാ ഇങ്ങനത്തെ മിഠായി കേസ് പ്രശ്നങ്ങൾ എന്തിനാണ് വളർത്തി വലുതാക്കണത്? അങ്ങ് കൈ കൊടുത്തേക്ക്. ഡേയ് ഇത് കൈ കൊടുക്കടേ. എന്തായാലും വിഷു ഒക്കെ അല്ലേ, രണ്ടാളും കെട്ടിപ്പിടിച്ച് ഹാപ്പി വിഷു ഒക്കെ പറ, നമുക്ക് തീർക്കാം. മെർലിനെ ചുമ്മാ അങ്ങോട്ട് കൈ കൊടുക്കുന്നേ. മെർലിനെ ഹരിതേ കൈ കൊടുത്തേ. ഹരിതാ ഹാപ്പി വിഷു. മതി 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 കേട്ടാ. ഇത്രയും സ്നേഹമൊക്കെ മതി. അതെ അതെ. അമ്മേ കേശുവേട്ടാ, ഇന്നലത്തെ കമ്പിത്തിരി നമുക്ക് കത്തിക്കാം. കത്തിക്കോ? കത്തിക്കോ? എന്തായാലും ഞാൻ ഉണ്ടായില്ല. ഇനി കത്തിച്ചിട്ടുള്ള കാര്യമുള്ളൂ. എടുക്കല്ലേ